manufacturer and wholesalers. Hi guys, welcome to my channel. രണ്ടിനും തുളസിയും ഭയങ്കര ക്ലോസ് ആണെന്നാണ് ഫണ്ടിങ് അപ്രൂവ് ആയത്. പ്രീ പ്ലാൻ ആയിരിക്കും അതൊക്കെ. ഇതൊന്ന് നോക്കിക്കേ. ഈ ഫോട്ടോ പൊളിറ്റിക്കൽ ആൻഡ് ക്രിക്കറ്റ് സർക്കിളിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. Milk, butter, real fruit. Natural flavors, natural color. In a prebiotic and probiotic. വ്യത്യാസം മനസ്സിലാവും. നല്ലത് മാത്രം. Personally, true ice cream. ഇന്ന് ഒരു ചരിത്ര ദിവസം. നമ്മുടെ നാട്ടിൽ ഇനി ബാറുകളില്ല. ഇപ്പൊ ഇത് പറയുമ്പോൾ എന്റെ മുമ്പിൽ 10,000 കണക്കിന് വരുന്ന നമ്മുടെ സഹോദരിമാരെ വീട്ടമ്മമാരെ പുഞ്ചിരിക്കുന്ന നമ്മുടെ ഈ വലിയ വിജയ വംശവും വിജയം കണ്ടിരിക്കുന്നു. വർഗീസിനോട് ഒന്നേ പറയാനുള്ളൂ, താങ്കളുടെ ഈ ദുർഭരണം അവസാനിക്കും വരെ ഞങ്ങൾ പോരാട്ടം തുടരും. കുറച്ചുകൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഗ്ലാസിന് ഒഴിവാക്കുമ്പോൾ അതിനനുസരിച്ച് നോട്ടക്കുറവുണ്ടായിട്ടില്ല. എന്താണെന്നറിയില്ല, ഇത്തവണ കീടബാധയും ചീലും ഒക്കെ ജാസ്തിയാണ്. വരുമാനത്തിനല്ലോ, ഒരിഷ്ടം കൊണ്ടല്ലേ. ഓരോരുത്തർ എവിടെ കഴിഞ്ഞു വന്നാലും അവസാനം ഇവിടെ കിട്ടും സുഖം. അത്രയുള്ളൂ. അതറിയാൻ സാധിക്കും. അസറിനോടൊന്നും അസറിന് മറിച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ വായിരിക്കുന്നതൊക്കെ സ്ഥലം വിട്ടു. ഞാൻ പഞ്ചനക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് അഴിമതി നടത്തുന്നു എന്നായിരുന്നല്ലോ ആരോപണം. ഇനി 1-2 മാസം നല്ല തിരക്കാണ്. പരവൊക്കെ കാണില്ല. എനിക്ക് വയ്യ ഈ ഓണം കയറാൻ പോലെ കണ്ടിങ്ങനെ കഷ്ടപ്പെടാം. ഞാൻ ക്ലാസ്സിലോട്ട് അമ്മ ഇത്തവണ ഇത് പറയാൻ മറന്നുവെന്ന് ഞാൻ ആലോചിച്ചു. അമ്മയ്ക്ക് ഇവിടെ വിട്ട് പോകാൻ പറ്റില്ല. ഭൂപരിഷ്കരണത്തെക്കാൾ വിപ്ലവകരമായ തീരുമാനമാണ് ഇന്ന് ഈ സർക്കാർ എടുത്തിരിക്കുന്നത്. അല്ലല്ലോ, സംശയമുണ്ടെങ്കിൽ എലിസബത്തിന്റെ അപ്പച്ചനോട് ചോദിച്ചു. അദ്ദേഹത്തെ പോലെ എത്രയോ ഗാന്ധിയന്മാരുടെ സകലവും പ്രാർത്ഥനയുമുണ്ട് ഇന്നത്തെ ഈ തീരുമാനത്തിന്റെ പുറകിൽ. തന്തിക്ക് CM Varghese survives. I spoke to Mr. Purshottam. He sounded rather desperate. Not the first time, goddammit. Vishalji, we're running out of time. Why don't we give up Kerala and go for the other states? No, we'll stick with Kerala for strategic, economic and socio-political reasons. Besides, it's a decision from the top. He doesn't listen to us. He dictates. ആസ്മയുടെ ലക്ഷണം കണ്ട അമ്മയെ രാമകുട്ടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. തീർച്ചയാച്ചാ എന്തോ ഒരു മുറുക്കം. പോലെ ഇതുവരെ ഇങ്ങനെ മടിയുന്നുണ്ട്.
ഞാൻ പാല നീല വെളിച്ചവും ഹിന്ദി പാട്ട് വെച്ചിട്ട് ടീച്ചറാക്കി വെച്ചിരുന്ന ഒരു സുഖമുണ്ടാണ് അതിന് വീട്ടിലിരുന്ന് ഓർമ്മ കിട്ടും. പാട്ട് വിളിച്ചൊക്കെ വീണ്ടും വരും. രാഷ്ട്രീയല്ലേ മാറും. അദ്ദേഹത്തിന് നിങ്ങളോട് ചോദിക്കാൻ കുട്ടികളുടെ മധ്യദേശിലേക്ക് ഒരുപാട് വരുന്നു. അദ്ദേഹത്തെ കുട്ടികളുടെ സ്കൂളിൽ പോയി വളരെ നഷ്ടപ്പെട്ടു. മഴയത്ത് സ്കൂളിൽ പോകുന്നതും ഒരു രസമല്ലേ ദേശീയച്ച. പഴയ ചിലതൊക്കെ അങ്ങനെയാണ് കിടക്കട്ടെ. അപ്പൊ ഇനി അടുത്ത ശരിയാണ്. ആരെന്റെ കുട്ടിനെ കരയിച്ചു? അത് ടി വി കാണുന്നില്ലേ? ചർച്ചയിൽ നിങ്ങളെ കുറിച്ച് അധികം പറയുന്നത് കേട്ടപ്പോ കുഞ്ഞങ്ങ് പേടിച്ചില്ലേ? എന്റെ കൊച്ചെന്തോത്തിനാ പേടിക്കുന്നേ? ആഹാ, അപ്പാപ്പൻ തന്റെ ജീവനോട് നിൽക്കല്ലേ? ഇനി ന്യൂസ് ടൈമിൽ ജയദേവൻ സഖാവായി ഇന്നത്തോടെ വർഗീസിന്റെ രാഷ്ട്രീയ മരണം സംഭവിച്ചിരിക്കുന്ന പുള്ളി പറഞ്ഞു. ആ, അതൊന്നും താഴെ ഒരു തമാശ പറഞ്ഞു. നോക്ക് മിഠായി മാറ്റിയിരുന്ന ഗോപിനെ അടപോയി നീ കുറച്ച് യൂത്തമാര് അടക്കോ ചുവന്ന മഷിയായി കൊടുത്ത് ഉപരോധം നടന്നിട്ട് അയച്ചാൽ വിജയോ അയച്ചാലും സഖാക്കന്മാരെല്ലാവരും ഡോമാരെ കയറി മേഞ്ഞിരുന്ന് നാമെന്ന് കൊഴിപ്പിക്കായിരുന്നു. ഭയങ്കര കപ്പയിൽ അപ്പം കയറി കപ്പ വലിച്ചോളൂ. എത്ര ബലപ്പിച്ചിട്ടും നീ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനകത്തും വളർന്നില്ലല്ലോ. അപ്പച്ച നാളെ മണിയുടെ ബർത്ത്ഡേ ഇവിടുത്തെ ലോൺ വെച്ചായിരുന്നേ എല്ലാവർക്കും സൗകര്യമായിരുന്നു അപ്പച്ച. അതിനെന്താ നമ്മള് നീ അല്ലേ റാണി എല്ലാം നീ പ്ലാൻ. ആഹാ, ഇന്ന് വെച്ചിന് അപ്പാപ്പനോട് സ്നേഹമുള്ള ദിവസമാ. എന്റെ കൊച്ചിന് അപ്പാപ്പനോട് എപ്പോഴും സ്നേഹമായി. ആ ദോഷം പറയും. ഇന്നെങ്കിലും നമ്മുടെ ജോണിന്റെ സയൻസ് ഒക്കെ അപ്പച്ച ഇപ്പൊ അതിന് പറഞ്ഞു നടക്കുമോ? തുക എത്രയാണെന്ന് പറഞ്ഞാൽ അപ്പച്ചനോട് പറയാത്ത എന്നോട് പറയും. Data drives the modern world. Vulnerability defines it. I'm Bill Davis, intelligent security solutions designed to protect critical information. Thank you. So happy that we are celebrating this together. Hey, John. That's buddy. Thank you. Hi, Eric. Such a big day for our buddy John. Congratulations to you too, Eric. Thank you. But today, it's all about our mate John Burgess. You have made your fortune by building firewalls, stopping bridges, erecting digital walls. All the while, he's preaching about digital freedom, truth, and data democracy. A walking bundle of contradictions. അവിടെ മീനിനെ കുത്തി Speaking with humanity. ചേട്ടാ അമ്മീനെ കുത്തുണ്ട് അറിയാൻ പാടില്ലാത്തോടെ പറഞ്ഞു. ചേട്ടാ മീനെ കുത്തുണ്ട്. 3 സെൻട്രൽ മിനിസ്റ്റേഴ്സിന് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി രാജിവെപ്പിച്ച എഫ് ന്യൂസിനെ കിട്ടി. അറിയാതെ സുകേഷ് പാണ്ഡെ ഇസ് മൈ ഫ്രണ്ട് ഫോർ ലോങ്. പക്ഷേ കേട്ടോ ചെറിയ Yes, I'm dirty, John. But tell us one thing.
Why so secretive about the everything? ചേട്ടേ ഞാൻ കാര്യം പറയട്ടെ അതല്ലേ ഇത് കുത്തനേനോ Party time, guys. കുത്തും നടക്കല്ലേ നടക്കൂ ആ പാട്ടിലേക്ക് പാടി തരൂ നമ്മളോട് ഓണപ്പറ്റി വിളിച്ചിട്ട് അയ്യട്ടു കിടക്ക് എടുക്കാൻ പറ്റില്ല കുത്തനെ അവിടെ വന്നോ അമ്മ കുത്തല്ലേ എന്റെ കുത്തല്ലേ കടിക്കല്ലേ നീ തന്നെ ഒരു പാവല്ലേ Yes. ആ Yes. Bro, എന്താ be careful. അവൾ She's full പാവ of means the center ഇവള് പാവാണോ or उसके ज्यादा चीज नहीं है. So be careful. അവിടെ കിട്ടില്ലേ കിട്ടി വേണോ കൂട്ടാരെ കേരളത്തിലെ ഏറ്റവും മികച്ച ഈസികൾ ഏറ്റവും മികച്ച ഓഫറിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ the cooling. കൂട്ടേ നീ വിട്ടുവില്ല ഇവിടെ കുത്തി രോഗത്തിനെ നേരിടാനുള്ള ദൗത്യം ഇവിടെന്താ വൈജയന്തിയെ മനുവിന്റെ നിർണായകയിലൂടെ പകലും രാത്രിയും തോന്നു പോയാ നാല് കുട്ടികളും പറ്റില്ല. അച്ഛ ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്ന വഴിത്തിരിവുകൾ ദുഷ്ടർക്ക് കാലം ഒരു തിരിച്ചടി കാത്തുവച്ചിട്ടുണ്ട്. അമ്മാണോ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ഒരച്ഛന്റെ വിലാപം. ദേവമംഗലത്ത് പഴയ സന്തോഷം മടങ്ങിയെത്തുന്നു. സാന്ത്വനം കഥ തുടരുന്നു. കൊച്ചിനാണ് ഇത് ഇത് ഇവളാണോ നമ്മുടെ Let me make a call. Just want to speak to my wife. Yeah. അമ്മൻ Only speak to her. അമ്മണ്ടാ ഇവിടെ വാ അമ്മ ഉണ്ടല്ലേ Transparency is important. You can also call your boyfriend. ഇവിടെ അമ്മ ഉണ്ടല്ലേ കുറച്ച് കേടി I'm my boyfriend. ഉള്ളില് പോകലോ we broke up. നൈസ് ഉള്ളില് Bro. ഉള്ളിലെന്താ Break it, please. സംഭവം This Dicey champion, 2 times. ഇവിടുത്തെ SFY unit secretary. ഇവിടെ ആ എവിടെ കൂത്തറ അവള് കൂത്തറയണ്ടാ ഇവിടുത്തെ ചടിച്ച് ഇവിടെന്തല്ലേ ഇതിന്റെ കാര്യമാണെങ്കിൽ ഞാനിത് പറഞ്ഞാൽ പോലെയാണ്. ആ വെറുതെ എത്ര കിട്ടി? പാസ് അതെ, കിട്ടില്ല കർണാടക സിനിമയായിട്ടുള്ള ഒരു ഇപ്പോഷൻ. ഞാനിവിടെ
പോലീസ് സ്റ്റേഷൻ എന്താണ് പരിപാടി വീഡിയോയിലുണ്ടോ പറഞ്ഞാലും ഫോൺ വയ്ക്കും ഞാൻ അടുത്ത പെർമിഷൻ ഇങ്ങനൊരു തെളിവഴി കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അയ്യോ കേട്ടോ ശരിയാ മാഡം അങ്ങോട്ട് കയറി നിൽക്കുക. സാറിന്റെ കണ്ണിപ്പെടുന്നത് പോലെ അങ്ങോട്ട് നീങ്ങി നിന്നാട്ടെ, അല്ലാതെ ഇങ്ങനെ നിന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. ഒന്ന് മാറ്റി പിന്നെ മാറുന്നില്ലേ സാറെ എനിക്കൊരു കുടിക്കാൻ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. എന്താ മറ്റന്നാളല്ലേ വിജിലൻസിന്റെ വിധി തന്നെ ആ അങ്ങനെ ചാർജ് എടുത്തായിരുന്നു ഇല്ല സർ, സാറിനെ കണ്ടിട്ട് അപ്പൊ പിന്നെ ട്രിവാൻഡ്രം ചാർജ് എടുത്തു സർ. നമുക്ക് നാളെ വൈകിട്ട് കാണാം കണ്ടിട്ട് കാര്യമുണ്ട് സർ, ആ താങ്ക് യു സർ. അല്ലേ പോസ്റ്റിംഗ് ഇല്ലാതെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. പോസ്റ്റിംഗ് കൊടുത്തു ക്ലൈൻസ് വേണം എങ്ങനെ കുഴപ്പക്കാരില്ല. ഒരു കുഴപ്പം പിടിച്ച ഏർപ്പാട് തന്നെ ഇവരാണ് ചിലപ്പോഴൊക്കെ നല്ലതാണ് ഇവിടെണ്ടല്ലേ ഞാൻ സ്റ്റേജിലേക്ക് ആ ഓക്കെ എന്ത് സാധനം അയ്യോ എനിക്ക് ഇതാണോ ജീവ അപ്പനാണ് ഈ ഒരു കളക്റ്റീവ് ഭക്ഷണമൊക്കെ തന്നില്ലാത്ത ആളാണ്. ഇങ്ങനെ പോകുന്ന പരിപാടിയാണ് ഈ പാർട്ടി കളിക്കാണ്. അയ്യോ കൊച്ചിനാണോ എല്ലാവർക്കും സന്തോഷം. ഇവിടെ ഓണം. ഇതമ്മയും കൊച്ചിനേതാണോ അനിയൻ എന്നാ പരിപാടി ഭയങ്കര മോശം ഇമോഷണായി. ഈ ചോദിക്കുന്നവരോട് നിനക്ക് പറയാൻ മേലായിരുന്നു ഇവരെന്താ ചെയ്യായിരുന്നെന്ന്. കണ്ടേ, ഇതൊക്കെ അമ്മക്ക് കാണിച്ചു കൊടുക്കണം. എന്റെ പൊടിയെ പരിചയപ്പെടാൻ പിന്നെ ഇങ്ങനെ അവന്മാര്. അല്ലേടാ ഇന്നെല്ലാം കുറെ ക്യൂന്ന് പക്ഷെ പേടിച്ചെന്നെ കുട്ടി അവരൊരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് എന്താണെന്ന് അറിയാതെ ചുമ്മാ എന്താ അവർ കൊണ്ടുവരുന്ന ഒതുഞ്ഞു കെട്ടി കിടപ്പല കൊണ്ട് വെക്കുകയും ചെയ്യും. 3 മില്യൺ തരവും $5 ലക്ഷം മാറ്റിയെടുക്കാൻ റോബിൻ വർഗീസ് എം പി കഷ്ടപ്പെടുന്ന വിവരം ഇന്ത്യൻ JDGP എന്നോട് പറഞ്ഞു. എടാ, ഓട വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് കല, അത് വൃത്തിക്ക് ചെയ്യാൻ പഠിക്കണം. എന്നാ നിങ്ങൾ എന്നെ എടാ, നിന്റെ പ്രവൃത്തിയോട് നീ നേടിയെടുക്കുന്ന കാര്യത്തിന് ഞാൻ അവരുടെ തീരെ സമയം ഉപയോഗിക്കും. ഇനി നിന്റെ ടേൺ. നിനക്ക് ഏതാ എന്നോട് പറയാൻ പറഞ്ഞല്ലോ? എന്താണ് നിന്നൊക്കെ നമ്മളെ വെളിയിൽ കിടന്ന് പോകുന്നത്? അതെ പക്ഷേ ജോൺ പുതിയൊരു അസൈൻമെന്റ് എടുത്തു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ മറ്റന്നാൾ പോകണമെന്നാണ് പറയുന്നത്. അതെന്നാടാ മച്ചനെ? ഓർക്കാപ്പുറത്ത് കയറി വന്ന് വിദേശത്ത്
എത്ര നാളത്തേക്ക് ഈ അസൈൻമെന്റ്? കുറച്ച് നാളത്തേക്കെന്ന് ഇപ്പൊ പിന്നെ അതങ്ങ് പെർമനന്റ്. അപ്പൊ മോള് ഞാനൊരു പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോ കാക്കൂല് അല്ലേ വാശിക്കിട്ടുണ്ട് നമുക്ക് കാണാനായിരുന്നു. ലോകം കാണാൻ പുറം കാറ്റിൽ പോകണമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അവിടെ പോടാ നമ്മൾ ജീവിക്കുന്ന ഇവിടെ എന്താ ലോകമല്ലേ? അവളുണ്ട് ലോകം നമുക്ക് പുറത്താണ്. അവളുണ്ട് ഞാൻ ജീവനോടെ അവളുണ്ട് അവളുണ്ടല്ലേ അല്ല ഇത് വാശിക്കിട്ടണം ലോകത്തിനുണ്ട്. അപ്പള് പറ്റും പണ്ടല്ല. രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളത് അവളുണ്ട് നീ പേരെന്താ നീയാണെന്റെ വിത്ത് ഗുണമുള്ളത്. എന്റെ എന്റെ പേരെന്താ പക്ഷെ നീ ഇപ്പൊ ഓടി ഒഴിക്കാൻ ശ്രമിക്കുന്നത് അവിടെന്താ തന്നെ. അപ്പനറിയുമോ ഈ പവർ അവിടെ പാശുണ്ടല്ലോ എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നിന്റെ തീരുമാനത്തിന് ഞാൻ എതിര് പറയുന്നത്. പിന്നെ പാശുണ്ട് ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ അപ്പൻ എന്നോട് അവരുടെ വളർത്തറെ കുഞ്ഞിക്കാൻ മറുത്തു പറയാറുണ്ട്. അവളുണ്ടാ തലയും ചോദിക്കുന്നു ഞാൻ. ദേ പിറ്റേന്ന് ഇവളുണ്ട് എന്നെ ട്രിവാൻഡ്രത്ത് നോക്കി. പിന്നെ വീട്ടിൽ പോയത് ഗ്രൂപ്പിന്റെ ആക്സിഡന്റായി. ദേ ഇവളാണൊക്കെ ചേച്ചിരിക്കണം നീ പോയി തരണം. നാളെ രാത്രിയിലും അപ്പനൊരു ഡ്രിങ്ക് ഒഴിച്ച് എണ്ണം മറക്കരുത്. മികച്ച ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ്. മൈജി ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ ഇന്ന് നമുക്ക് നിർത്താട്ടോ.